Hi students, good morning. Videos ഒക്കെ ഓൺ ചെയ്തേ വേഗം. വീഡിയോസ് പെട്ടെന്നാവട്ടെ. ടേക്ക് എ സൈലന്റ് പ്രയർ ഫാസ്റ്റ്. വീഡിയോസ് ഓൺ ആവാനുണ്ടല്ലോ ഇനിയും വീഡിയോസ്. ഓക്കെ റൈറ്റ്. അപ്പൊ നമ്മൾ ഇന്നലെ റേഷ്യോയുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നത് ഹൗ ടു ഫൈൻഡ് ദ റേഷ്യോ, അല്ലെങ്കിൽ ഇഫ് ദ റേഷ്യോ ഈസ് പ്രൊവൈഡഡ് ഹൗ വി ക്യാൻ ഫൈൻഡ് ദ കോഓർഡിനേറ്റ്സ് ഓഫ് എ ഗിവൺ പോയിന്റ് എന്ന ഡിസ്കഷനിലായിരുന്നു. ലാസ്റ്റ് ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് നമ്മളതിൽ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ചെയ്തിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഇനി നമുക്ക് റിമൈനിങ് ഉള്ളത് അല്ലേ, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിൽ. റൈറ്റ്? ഓക്കെ ഓക്കെ ഓക്കെ, 1 സെക്കൻഡ്. അപ്പൊ ഒന്ന് വേഗം പറഞ്ഞേ കേൾക്കട്ടെ. അൽഹ പറയ്, നമ്മൾ എങ്ങനെയാണ് ഈ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ? മിഡ് പോയിന്റോ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ? യുവും വിയും ഏതാ നോക്കണം ആദ്യം. യുടെ അടുത്തുള്ളത് x1ഉം വിയുടെ അടുത്തുള്ളത് x2ഉം. ഓക്കെ, എന്നിട്ട് x കണ്ടുപിടിക്കാൻ x1 പ്ലസ് u ബൈ u പ്ലസ് വി ഇൻറ്റു x2 മൈനസ് x1. ഓക്കെ, x2 മൈനസ് x1. റൈറ്റ്. അരീന ഒന്ന് പറഞ്ഞേ, y എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? y equation to find y. y equal to y1 plus u by u plus v y2 into y2 minus y1. ശരി. എന്താണ് ഈ ട്രൈസെക്ഷന്റെ പെക്യുലാരിറ്റി ചെയ്യുക? ട്രൈസെക്ഷൻ ഒരു ലൈന് മൂന്നായിട്ട് വാങ്ങി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റേഷ്യോ ചൂസ് ചെയ്യുന്നത്? എങ്ങനെയാ മൂന്നായി ഡിവൈഡ് ചെയ്യുമ്പോൾ? 1:2. 1:2. ഓക്കെ ഫൈൻ. സെൻട്രോയിഡിന്റെ റേഷ്യോ എങ്ങനെയാ വരിക? ആമിന അഷ്റഫ്, സെൻട്രോയിഡ്. ആമിന, സെൻട്രോയിഡ് പറഞ്ഞോ. സെൻട്രോയിഡ് എങ്ങനെയാ വരിക? സെൻട്രോയിഡ് കിട്ടുന്നില്ലോ. ജിലാനി പറഞ്ഞടാ, സെൻട്രോയിഡ് എങ്ങനെയാ വരിക? 1:2. 1:2. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു 4-0യും 0-3 ഒക്കെ നല്ല ക്വസ്റ്റ്യൻ അല്ലേ അടുത്തത്. അതിനു മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യണം. അത് ആ പേജിൽ ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് അല്ലേ, നോക്കി. അതായത് വാട്ട് വിൽ ബി ദ കോഓർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ചെറിയ ബ്ലൂ ബോക്സിൽ x1 y1 x2 y2 x3 y3 നമ്മുടെ ക്വസ്റ്റ്യൻ കിടപ്പില്ലേ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വേഗം ട്രൈ ചെയ്തേ. വേഗം വേഗം വേഗം. ക്വസ്റ്റ്യൻ പീരീഡ് ഞാൻ പ്രതീക്ഷിക്കുന്നു. റഫ് ഫിഗർ വരയ്ക്കുക. നമ്മൾ ഇന്നലെ ചെയ്താണ് സെൻട്രോയിഡിന്റെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല, അതേ ടൈപ്പ് തന്നെ. സാർ, 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ?
അൽസാബത്തെ ആ പേജിൽ ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിടപ്പില്ലേ നോക്കി, ആ പേജിൽ ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാണ്. ഒരു ചെറിയ ബ്ലൂ ബോക്സിൽ ആ ക്വസ്റ്റ്യൻ പറഞ്ഞോ. സാർ എനിക്ക് കട്ടായി ആമി ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കി. ആ നമ്മൾ ഇന്നലെ പഠിച്ച അതേ മെത്തേഡ് തന്നെ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. കോർഡിനേറ്റ്സിന് പകരം നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസിന് പകരം x1 y1 x2 y2 x3 y3 എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയൊന്ന് പ്രൊസീഡ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് കേൾക്കട്ടെ. മെത്തേഡ് മാത്രം ഒന്ന് കേൾക്കട്ടെ, എങ്ങനെയാ ചെയ്ത് തുടങ്ങിയെന്ന് ഭീമ ഫിസിറ്റിക്ക് ഒന്ന് പറഞ്ഞേ. സാർ ആദ്യം 3 കോർഡിനേറ്റ് പേര് കൊടുത്തു. ഓക്കെ, ആ എന്തൊക്കെയാ നെയിം കൊടുത്തേ? ABC റൈറ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന് x1 y1 B x2 y2 C x3 y3. x1 y1 x2 y2 x3 y3 മൂന്ന് കോർഡിനേറ്റ്സ് എടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് AB എന്നുള്ള ലൈനിന് സിന്ന് താഴോട്ട് ലൈൻ വരച്ചു എ ബിയിലോട്ട്. ഓക്കെ ചെയ്ത് തുടങ്ങിയ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി മാത്രമാണോ. ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഫിഗർ ഉണ്ട്. സപ്പോസ് ഈ ഫിഗറിലെ നിങ്ങൾ ആ ടോപ്പ് വേർട്ടെക്സിന് ചെയ്ത് തുടങ്ങിയവരും തുടങ്ങാത്തവരും ഒക്കെ ടോപ്പ് വേർട്ടെക്സിന് എന്ന് കൊടുക്കുക. ലെറ്റ് ഇറ്റ് ബി x1 y1. ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ അല്ലാതെ എടുത്തു കൊടുത്ത് നമുക്ക് മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഇപ്പൊ ചെയ്തു പോകുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരു രീതിയിൽ പോകുന്നു ബോർഡിൽ, നിങ്ങൾ വേറെ ഫോമിൽ പോകുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതൊന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഓർഡറിൽ എടുക്കുക. ആൻഡ് ഡ്രോ ദ മീഡിയൻ ലൈക്ക് ദിസ് ഫ്രം എ ടു ബി സി. ഇങ്ങനെ മീഡിയനും വരയ്ക്കുക, എന്ന് ബി സിയിലേക്ക് മീഡിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി എന്നുള്ള പേരൊക്കെ കൊടുക്കാം. ഇങ്ങനെ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ദാറ്റ്സ് ബെറ്റർ. സാർ അൽഷിഫ പറഞ്ഞോ. ഇതിപ്പോ ഏത് ക്വസ്റ്റ്യനാ ചെയ്യിപ്പിക്കണേന്ന് ഇതിപ്പോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിന്റെ താഴെ ഒരു ബ്ലൂ ബോക്സ് ഉണ്ട്, ഒരു ബ്ലൂ ബോക്സ്. ആ ബോക്സിലെ ക്വസ്റ്റ്യൻ ഇനി കണ്ടിന്യൂ ചെയ്തോ കേട്ടോ. ഇനി നമുക്ക് സിമ്പിളാ, വളരെ സിമ്പിൾ സംഭവമുള്ളൂ. ഇതിലെവിടെ നമ്മുടെ സെൻട്രോഡ് എന്ന് പറഞ്ഞ പോയിന്റ് വരിക? സെൻട്രോഡ് എവിടെ വരിക? ഇതില് AD എന്ന ലൈനിലാണ് സെൻട്രോഡ് വരിക. ആ സെൻട്രോഡിന്റെ റേഷ്യോ എങ്ങനെയായിരുന്നു അൽസാബിന്റെ? 1:2. 1:2 എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം? ഏത് പോർഷൻ 1 ഏത് പോർഷൻ 2?
A to P വരെ 2, ആ P to D വരെ 1. അപ്പൊ 2:1 നമുക്ക് റേഷ്യോ എടുക്കാം. താഴെ മുകളിലേക്കാണെങ്കിൽ 1:2. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്താ അപ്പൊ നമ്മുടെ ആദ്യം കണ്ടുപിടിക്കേണ്ട ഒരു 5 പിയുടെ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡിയുടെ കോർഡിനേറ്റ്സ്. ഡിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ചെയ്തു. സിമ്പിൾ ആട്ടോ, സിമ്പിൾ സംഭവമുള്ളൂ. അതായത് എക്സും വൈ ഒക്കെ കയറി വരുന്നുള്ളൂ, അല്ലാതെ വേറെ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. കോർഡിനേറ്റ്സിൽ എക്സ് വൈ പോലത്തെ ആൾക്കാർ വരുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നം അതിനകത്തില്ല. ഡിയുടെ പോയിന്റ് കണ്ടുപിടിക്കാൻ യു ഹാവ് 1 more minute മാക്സിമം. ഒന്ന് പറ ഡിയുടെ കോർഡിനേറ്റ്സ് എന്നാ ഒന്ന് ഫാത്തിമ സാല. x2 plus x3 by 2, y2 plus y3 by 2. x2 plus x3 divided by 2, y2 plus y3 divided by 2 എന്നാണ് നമുക്ക് അതിന്റെ കോർഡിനേറ്റ്സ് കിട്ടുക. x2 plus x3 divided by 2, y2 plus y3 divided by 2. കിട്ടിയായിരുന്നു എല്ലാവർക്കും ഡി എന്നുള്ള പോയിന്റ്? ഫൈൻ, മിഡ് പോയിന്റ് ആട്ടോ, വേറൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് തിരിയാൻ ചെറിയ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ഇങ്ങനെ സ്റ്റെപ്സ് വേണം കേട്ടോ, അതായത് നമ്മൾ വിത്തൗട്ട് സ്റ്റെപ്പിൽ ആൻസർ ചെയ്ത് പോകരുത്. ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. അങ്ങനെ വന്നു കഴിയുമ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ഡി ഈസ് x equal to midpoint formula x2 plus x3 divided by 2, y equal to y2 plus y3 divided by 2. Therefore, D is x1 plus x2 plus x3 by 2, comma y2 plus y3 by 2. അങ്ങനെ നമുക്ക് ഡി കിട്ടി. x2 plus x3 by 2, y2 plus y3 by 2. ഇനി നമ്മൾ നേരെ പി കണ്ടുപിടിക്കാൻ. എല്ലാം ക്ലിയർ ആണ്, കാരണം പി കണ്ടുപിടിക്കാനുള്ള റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്, രണ്ട് എൻഡിന്റെയും കോർഡിനേറ്റ്സ് ഉണ്ട്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാന്നുള്ള പണി മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിലില്ല. സിംപ്ലിഫൈ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രമേ അവിടെ പെക്യുലാരിറ്റി ഉള്ളൂ. വേറെ ഒന്നും നമുക്കവിടെ പ്രത്യേകിച്ച് ഒരു പുതിയ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. ഓൺലി തിങ് ഈസ് ടു സിംപ്ലിഫൈ. ഇവിടെ അവിടെ കംപ്ലീറ്റ് ചെയ്തവരുണ്ടോ? എനി വൺ കംപ്ലീറ്റ് ആയവര്, ഫൈനൽ ഫോം എത്തിയവര്? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആ കോർഡിനേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്ത് യു ഈസ് ടു വി ആരാണ്, ഫോമുലയിലുള്ള x1 y1 ആരാണ്, ഫോമുലയിലുള്ള x2 y2 ആരാണ്, ഒന്നുകൂടെ എടുത്ത് എഴുതുക. ഈ ഡിയുടെ പോർഷൻ എനിക്ക് മാറ്റിയാലോ അല്ലേ? ഡിയുടെ പോർഷൻ ഓക്കെ. യു ഈസ് ടു വി ആരാണ്, x1 y1 ആരാണ്, x2 y2 ആരാണ്, ഫോമുല സബ്സ്റ്റിറ്റ്യൂഷൻ.
സ്പീഡിന് ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റോടെ ഇടാം മാക്സിമം. ഇതിനുള്ള ആൻസർ കംപ്ലീറ്റ് ആവണം. One more minute. ഒന്ന് പറഞ്ഞ ചൂസ് ചെയ്യുമ്പോൾ ആദിൽ മുഹമ്മദ് എങ്ങനെയാ ഒരു x1 y1 ഒക്കെ u⁴ ഏതിലെഴുതാ അതിലെ u⁴1. u⁴1. ശരി, x1 y1 ഓ? x1 x3 x2 plus x3. അല്ല, 2:1 ആണോ റേഷ്യോ? ഞാൻ 2:1 റേഷ്യോ എടുത്തു. റേഷ്യോ 2:1 ആണെങ്കിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ട കോർഡിനേറ്റ് ആരുടെ അടുത്തായിരിക്കണം? ഡിയിലെ. ഡി ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് 2:1 റേഷ്യോ എടുക്കുമ്പോൾ. ആണോ പതിമതിയൻ? 2:1 ആണ് റേഷ്യോ എങ്കിൽ എ ആണ് അതിന് നിയറസ്റ്റ്. അപ്പോൾ x1 y1 എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് x1 y1 itself. x1 y1 is x1 y1 itself. x2 y2 ന്റെ പൊസിഷനിൽ അപ്പോൾ എന്ത് വരും ശബന? x2 y2 സാർ ഒന്നുകൂടി പറയാം. x2 y2 ആയിട്ട് നമ്മൾ ആരെ ചൂസ് ചെയ്യണം? x2 y2 x2 plus x3 by 2 y2 plus y3 by 2 x2 plus x3 by 2 y2 plus y3 by 2. ഇതാണ് നമുക്ക് റെസ്പെക്റ്റീവ് കോർഡിനേറ്റ്സ് കിട്ടുക. 2:1 എടുത്തോണ്ട് കേട്ടോ. 1:2 ആണെങ്കിൽ നേരത്തെ ഇരുന്നേനെ. നേരെ നമ്മൾ ഫോർമുല പറഞ്ഞ അനുസരിച്ച ഫോർമുല എന്താ? x equal to x1 plus u by u plus v into x2 minus x1. x2 minus x1. ഫോർമുല നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ ടേമിനും അതിന്റെ റെസ്പെക്റ്റീവ് വാല്യൂ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. x1 plus u by u plus v into x2 minus x1. ഓരോ വേരിയബിളിനും ശ്രദ്ധിച്ച് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1ന്റെ പൊസിഷനിൽ ആരാണുള്ളത്? x2ന്റെ പൊസിഷനിൽ ആരാണ്? u ആരാണ്? v ആരാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരിക? x1 plus 2 by 3, x1 into 2 by 3 into x2 plus x3 by 2 minus x1. ഇങ്ങനെയാണ് നമുക്ക് ഫോർമുല വരിക. സിംപ്ലിഫൈ ചെയ്തപ്പോൾ അവസാനം x1 plus x2 plus x3 by 3 എന്ന് കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഫൈനൽ ഏറ്റവും ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ x ഈക്വൽ ടു x1 plus x2 plus x3 by 3 എന്നൊരു ആൻസർ കിട്ടും. ആർക്കും കിട്ടിയില്ല? നോൺ. കിട്ടേണ്ടതാണല്ലോ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. ഒരാൾക്കും കിട്ടിയില്ല. ശരി, ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറിച്ചാണോ എല്ലാവരും? ഫോർമുല ആണോ? ഇപ്പൊ ബോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്? സിമ്പിൾ അല്ലേ? നിങ്ങൾ നോക്കി. ഇനി ഇവിടെ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോ ദിസ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പില് x1 പ്ലസ് 2 by 2 plus 1 എന്ന് പറഞ്ഞാൽ 3 ആണ് ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം x2 plus x3 minus 2x1 divided by 3 എന്നുള്ളത്. ശരിയല്ലേ?
ക്രോസ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന ഡിവൈഡ് ബൈ 2, ഡിവൈഡ് ബൈ 3 അല്ല, ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഡിവൈഡ് ബൈ 2. അപ്പൊ ബ്രാക്കറ്റിന് ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ x1 പ്ലസ് 2/3 ഇൻറ്റു, ഇപ്പൊ കിടക്കുന്ന ആൾ ഇങ്ങനെയാട്ടോ, 2/3 ഇൻറ്റു x2 പ്ലസ് x3 മൈനസ് 2x1 divided by 2. We can cancel these 2's. And what remains? x1 plus, പിന്നീട് അവശേഷിക്കുന്നത് 1 ആണ്, ഇവിടെ 1 ആണ്. 1 into എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ x2 പ്ലസ് x3 മൈനസ് 2x1 എന്ന് വരും. 3 into 1 3 ആണ്. x1 നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x1 പ്ലസ് x2 പ്ലസ് x3 മൈനസ് 2x1 all divided by 3, which is equal to 3x1 minus 2x1 നമുക്ക് x1 എന്ന് കൊടുക്കാം, ബാക്കി ഒരു x2 ഉണ്ട്, ഒരു x3 ഉണ്ട്, divided by 3. This is how we will get the final formula. In a similar way, you can also find the coordinate of y also. ഇതുപോലെ തന്നെ സോൾവ് ചെയ്യുമ്പോൾ y-യുടെ കോർഡിനേറ്റ് കിട്ടും. y ഒന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത വേഗം. കോർഡിനേറ്റ് ഓഫ് y. Straight yourself. ഇതുപോലെ തന്നെ എല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡയറക്റ്റ് ഉണ്ട്, നേരെ ഫോമുല ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാ ഡേറ്റയും ഡയറക്റ്റ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരു 1.5 മിനിറ്റിലേക്ക് ആൻസർ കിട്ടേണ്ടതാണ്. ഒരു മിനിറ്റോടെ മാക്സിമം പറയാം, ഒരു മിനിറ്റോടെ മാക്സിമം y കണ്ടുപിടിക്കുക. ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ്, ഇപ്പൊ x കിട്ടിയ പോലെ തന്നെയാണ് y-യുടെ കേസ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, y-യുടെ കേസിൽ എന്താ ഫൈനൽ ഒന്ന് കേൾക്കട്ടെ. y-യുടെ കേസ് സോൾവ് ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ അഫിൻ ഹാഷിം. പെട്ടെന്നാവട്ടെ, don't take too much time. ഫൈനൽ കിട്ടിയാ മന സോലിയ? സർ ഫൈനലി കിട്ടിയില്ല. ഏത് ഷെപ്പൂരെത്തി? നമ്പർ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യണേ. ന്യൂമറിക്കൽസ് ഏതൊക്കെയാ? y1 plus 2/3 y1 ബാക്കി plus 2 അവിടെ ആ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തില്ലേ? എക്സിന്റെ കേസ് ഒന്ന പോലെ തന്നെ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തില്ല? ഇല്ല, ചെയ്യണുള്ളൂ. വേഗമാവട്ടെ, ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഹാരിസ് കിട്ടിയോ? ഹാരിസ് സാർ ആ ചെയ്യണുള്ളൂ, പകുതിയായുള്ളൂ. വേഗം ആവട്ടെടാ, ഇത് ഇത്ര താമസമുള്ള കേസൊന്നും ഇല്ലല്ലോ അതില്. കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. വീഡിയോ 1 2 3 4 5 6 7. ഓക്കെ. അൻഷിത എന്താ ആൻസർ വന്നേ? സാർ y1 plus y2 plus y3 by 3.
y1 plus y2 plus y3 by 3. എക്സിന്റെ കേസിൽ കിട്ടിയ പോലെ തന്നെ നമുക്ക് ഫോർമുല കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ y1 plus 2 by 3 into y2 minus y1 എന്ന് പറയുമ്പോൾ y2 plus y3 divided by 2 minus y1 എന്നാണ് വരിക. y1 plus 2 by 3 into y2 plus y3 minus 2y1 the whole divided by 2 എന്ന് വരും. And here we can cancel the 2's. 2 രണ്ടും ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി നമുക്ക് കിട്ടുക അവിടെ y1 plus 1 into ആകുമ്പോൾ ഡയറക്റ്റ് y2 plus y3 minus 2y1 by 3. ക്ലോസ് ചെയ്താൽ 3y1 plus y2 plus y3 minus 2y1 the whole divided by 3. 3y1 minus 2y1 നമുക്ക് y1 എന്ന് കൊടുക്കാം. സോ ടോട്ടൽ y1 plus y2 plus y3 by 3. നമ്മൾ എക്സ് ചെയ്ത പോലെ തന്നെ എക്സ് വന്നിടത്തെല്ലാം y ആയി എന്നുള്ള വ്യത്യാസമുള്ളൂ. കിട്ടില്ലേ? കൺക്ലൂഷൻ എടുത്തത് കേട്ടോ. Therefore coordinates of centroid is. Therefore coordinates of centroid is. നമുക്ക് കിട്ടിയ വാല്യൂസ് എക്സ് എന്താ നമുക്ക് കിട്ടി, വൈ എന്താന്ന് കിട്ടി. അങ്ങോട്ട് എഴുതിക്കോ. എന്താ നമ്മൾ എടുത്തത് തന്നെ ഒന്ന് പറഞ്ഞേ. വാട്ട് വി ഹാവ് ടു റൈറ്റ് അൽസാബിത്തെ? x1 plus x2 plus x3 by 3 and y1 plus y2 plus y3 by 3. Absolutely. ഇത്രേ ഉള്ളൂ സംഭവം. കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ എന്ന് പറഞ്ഞാൽ x1 plus x2 plus x3 by 3 y1 plus y2 plus y3 by 3. ഫാത്തിമ ഇസ്മായിൽ ചോദിച്ചോ. തേർഡ് ലാസ്റ്റ് സ്റ്റെപ്പില് ഫോർത്ത് ലാസ്റ്റ് സ്റ്റെപ്പില് y 2/3 കട്ട് ചെയ്യുമ്പോ പ്ലസ് പോവൂലേ? 2/3 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ 2 അല്ലേ വെട്ടുന്നത്. അപ്പൊ റിമൈനിങ് ഉള്ളത് ന്യൂമറേറ്ററിൽ 1, ഇവിടെ 1. അപ്പൊ അതിന്റെ അപ്പുറത്ത് കിടക്കണ ഇൻറ്റു അത് ഞാൻ പറഞ്ഞു നോക്കോ. 1 ഇൻറ്റു ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ഇപ്പൊ ശരിക്കും എന്തായി മാറി നോക്കി. ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഈ കാണുന്ന സ്റ്റെപ്പിന്റെ ബാലൻസ് നമ്മൾ ചെയ്യുമ്പോഴേ ശരിക്കും എന്താ വരിക? y1 ശ്രദ്ധിച്ചു നോക്കൂ. y1 പ്ലസ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1/3 ഇൻറ്റു y2 പ്ലസ് y3 മൈനസ് 2y1 ഡിവൈഡഡ് ബൈ 1 എന്നാ വരിക അല്ലേ? 2 ഇൻറ്റു കട്ടാവുമ്പോൾ അപ്പൊ ഇത് ഈക്വൽ ടു എന്തായി? y1 പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് ആണ്. 1 ഇൻറ്റു ന്യൂമറേറ്റർ itself y2 plus y3 minus 2y1. ഡിനോമിനേറ്ററിൽ എന്താ? 3 into 1 3 itself. കണ്ടോ? അത് നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പിന് പകരം നമ്മൾ സ്കിപ്പ് ചെയ്തെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് എഴുതിയേ ഉള്ളൂ. അൽഹ സർ ഈ എക്സിലില്ലേ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പില്ലേ 3x1 plus x2 plus x3 മൈനസ് അതെങ്ങനെയാണ്? 3x1 ഇത് കാണുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ നമുക്ക് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിലുള്ളത് x1 പ്ലസ് x2 പ്ലസ് x3 മൈനസ് 2x1 ഡിവൈഡ് ബൈ 3 എന്നല്ലേ? നമ്മൾ ഇവരെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ x1 എന്ന് പറഞ്ഞാൽ x1 ബൈ 1 ആണ്. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. വേറെ എനി ഡൗട്ട്? എനിവൺ? ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ ഈ ഫോമുല കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ചില ടീച്ചേഴ്സ് അത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കേസ് പറയുന്നതാണോ കേട്ടോ.
ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താന്ന് നോക്കി ശരിക്കും അൾട്ടിമേറ്റ്ലി സപ്പോസ് we have a coordinates we have a triangle with the coordinates given as x1 y1 x2 y2 and x3 y3 in a triangle ഉണ്ട് ഒരു vertex x1 y1 another vertex x2 y2 third vertex x3 y3 okay അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്ന ആളെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമുക്ക് ഫോർമുല കിട്ടിയേ x1 plus x2 plus x3 divided by 3 y1 plus y2 plus y3 divided by 3. ഇതാണ് സെൻട്രോയിഡ് എന്നല്ലേ നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ കിട്ടി അല്ലേ? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ നമ്മൾ ഇന്നലെ ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അല്ലേ? പറയടാ, ആ ക്വസ്റ്റ്യനില് ട്രയാങ്കിളിന്റെ വേർട്ടിസ് ആരൊക്കെയായിരുന്നു? -1 -1 5 -1 ഒന്നോടെ -1 5 -1 5 here -1 5 3 7 ഒരാള് -1 5 ആണ്, ഒരാള് 3 7. ശരി, മൂന്നാമത്തെ ആളോ 1 1 1 1. ഇതിപ്പോ എവിടെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ 3 വേർട്ടക്സിനെ വെച്ച് ജസ്റ്റ് റാൻഡം ആയിട്ട് 3 കോർണറിൽ കൊടുത്തോളൂ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനല്ലോ ശരിക്കും ഈ ഫോർമുല അറിയാമെങ്കിൽ ഇത്രയും പണിയുള്ളൂ. എന്താ നോക്കി, സെൻട്രോയിഡ് ഫോർമുല x1 plus x2 plus x3 by 3. 3 പേരുടെയും എക്സ് കോർഡിനേറ്റ്സിനെ ആഡ് ചെയ്യുക. അപ്പൊ പറയാൻ അനശ്വര എങ്ങനെ വരിക? 3 പേരുടെയും എക്സ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഈ 3 കോർഡിനേറ്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് തന്നെയാണ് എടുത്തെഴുതാറുള്ളത്. ആ അത് തന്നെ പറ. x1 1 അല്ല x1 -1 -1 plus x2 1 ശരി x3 3 divided by 3. വൈയുടെ കേസ് പറഞ്ഞേ. വൈയുടെ കേസ് y1 5 y2 1 y3 7 divided by 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 plus 1 plus 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 5 plus 1 6, 6 plus 7 13 ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് ഇന്നലത്തെ നമ്മുടെ ഫൈനൽ ആൻസർ 1ഉം 13/3 ആണോന്ന്. കോഓർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ് അല്ലേ? അപ്പോ ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു മിനിമം നമ്മളൊരു 1 പേജെങ്കിലും മിനിമം എടുത്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ആദ്യം മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. മിഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് റേഷ്യോ എടുത്തു, എക്സ് ഈക്വൽ ടു ഫോർമുല അപ്ലൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു, വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. അങ്ങനെയൊക്കെ നമ്മൾ ആൻസറിലേക്ക് എത്തിയത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ലൈക്ക് ദിസ്. ഇങ്ങനെയും ചെയ്യാം. If we know the formula, coordinate of centroid is this one. അപ്പോൾ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇത് എവിടുന്നോ പൊട്ടിമുളച്ച പുതിയൊരു ഫോർമുല അല്ല. നമ്മുടെ ബേസിക് റേഷ്യോയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു ന്യൂ കേസ്, ഒരു സ്പെഷ്യൽ കേസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബേസിക് ആയ നമ്മുടെ u/v എന്നുള്ള റേഷ്യോ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. നമ്മൾ അങ്ങനെയാണ് ആ ഫോർമുല ഡിറൈവ് ചെയ്തത്. ഞാൻ അതിനുവേണ്ടി സംഭവം ചെയ്യിക്കുകയും കൂടെ ചെയ്തത്. അത് എവിടുന്നോ പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളച്ചു എന്നൊരു സംഭവമല്ല. നമ്മൾ പഠിച്ച അതേ ബേസിക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കംപ്ലീറ്റഡ്. ഓൾറൈറ്റ്, then let us move to the last question in exercise. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ലാസ്റ്റ് വൺ. ഇത് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം, അതിന് എന്താണ് വേണ്ടത് ചിന്തിക്കണം കേട്ടോ. ആൻസറിലേക്ക് എത്താൻ എന്താണ് വേണ്ടത്, എന്ത് ഡേറ്റയാണ് മിസ്സിങ് ആൻസറിലേക്ക് എത്താൻ?
ആൻസറിലേക്ക് എത്താൻ ആവശ്യമായ എല്ലാ ഡേറ്റാസും അതിലുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് മിസ്സിംഗ്? ആ മിസ്സിംഗ് ആയവനെ എങ്ങനെ കണ്ടെത്താം? ഇതാണ് നമ്മൾ മെത്തേഡ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇതാവണം. എന്താണ് ഉള്ളത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അവനെ എങ്ങനെ കണക്ട് ചെയ്യാം? ഫിഗർ നെയിം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നൗറിൻ ഫാത്തിമ? Is there any name provided in the figure? ഇല്ല. Okay. ഹന ഫാത്തിമ, ഈ പോയിന്റ് എത്രയാണെന്ന് പറഞ്ഞേ. ഈ കാണുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് എന്താ? 03. അല്ല, അവിടുത്തെ 40. 40 ആണ്. മോളിൽ 03 അല്ലേ? ഓൺലി 03. ഈ കാണുന്ന പോയിന്റ് ഒരു സെന്റർ അല്ലേ, ഒറിജിനൽ അല്ലേ? 00. ഓക്കെ. പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം അല്ലേ? Consider the triangle as ABC. Morning. Let the name of triangle is ABC. You have to find the coordinates of the point P. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പി കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? അങ്ങനെ ആവശ്യമുള്ള എല്ലാവരും ആയിട്ടുണ്ടോ? ആയിട്ടെങ്കിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആയിട്ടില്ല എങ്കിൽ മിസ്സിംഗ് ആയ ആളെ നമ്മൾ കണ്ടെത്തേണ്ടത്. എല്ലാ ഡേറ്റാസും ആയിട്ടോ നോക്കുക. ആയിട്ടില്ലെങ്കിൽ മിസ്സിംഗ് ഡാറ്റ നമ്മൾ കണ്ടെത്തണം. ശ്രദ്ധിച്ച് വേഗം ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് സ്വന്തമായി ട്രൈ ചെയ്യാൻ 2 മിനിറ്റോടെ മാക്സിമം തരും. 2 more minutes maximum to try. ഇടാവട്ടെ. ഈ പി എന്നുള്ള പോയിന്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ നമുക്ക് നിലവിൽ തന്നിട്ടുണ്ട് ഫാത്തിമ സുബൈർ? റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? റേഷ്യോ കണ്ടുപിടിക്കണം എന്ന് ചിന്തിക്കാൻ കാരണം എന്താ? ഇവിടെ തന്നിട്ടില്ല. റേഷ്യോ തന്നിട്ടില്ല. റേഷ്യോ ഉപയോഗിക്കാൻ കാരണം എന്താ? പി കണ്ടുപിടിക്കണം. പി കണ്ടുപിടിക്കാൻ റേഷ്യോ തന്നെ വേണമെന്ന് തോന്നാൻ കാരണം? ഈ പി എന്ന് പറയുന്ന ആൾ ഒരു ലൈൻ സെഗ്മെന്റിൽ ഒരു പോയിന്റ് ആണ്. ക്വസ്റ്റ്യനിൽ പിയെ കുറിച്ച് മിഡ് പോയിന്റ് ആണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പി എന്ന് പറഞ്ഞ ഏതോ ഒരു പോയിന്റ് ആണ്. ഈ പി ഇൻക്ലൂഡ് ആയ ലൈൻ സെഗ്മെന്റ് എൻഡ് വാല്യൂസ് നമുക്ക് അറിയാം. So to find the coordinates of P, the only thing remaining required is the ratio. അവനെ കിട്ടിയാൽ നമുക്ക് സംഗതി കംപ്ലീറ്റ് ചെയ്യാം. അവനെ എങ്ങനെ കിട്ടുന്നുള്ള നമ്മൾ അടുത്ത ചിന്ത. How we can find the ratio? റേഷ്യോ കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? എനിവൺ? റേഷ്യോ കിട്ടിയവര്? റേഷ്യോ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് ചെയ്യണമെങ്കിൽ റേഷ്യോ വേണം.
റേഷ്യോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ചെയ്യാം കേട്ടോ ഇൻ ദ വീഡിയോ. അല്ല ഇതിനെ റേഷ്യോ കിട്ടിയതാണോ? സർ എന്താണ് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബി സി 3 സെന്റിമീറ്ററും എ ബി 4 സെന്റിമീറ്ററും എ സി 5 സെന്റിമീറ്ററും കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ എന്താണ് ട്രയാങ്കിളുടെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിന്റെ അല്ല ഓപ്പോസിറ്റ് സൈഡില എ ബിയും ബി സിയും തന്നേക്കണ സൈഡ്സിന്റെ ലെങ്ത് നമുക്ക് മൂന്നാമത്തെ സൈഡിന്റെ റേഷ്യോ ആയിട്ട് എടുക്കാൻ പറ്റും. റേഷ്യോ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം, പക്ഷെ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. എങ്ങനെ നമ്മൾ അതിനെ തേർഡ് സൈഡിന്റെ റേഷ്യോ ആയിട്ട് എടുക്കും? എങ്ങനെ നമുക്ക് അതിനെ തേർഡ് സൈഡിന്റെ റേഷ്യോ ആയിട്ട് ചൂസ് ചെയ്യാം? 3:4 ആയിട്ട്. 3:4 എങ്ങനെ? വൈ? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദ റേഷ്യോ 3:4? ആ റീസൺ ആണ് നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടേണ്ട വിഷയം. അനശ്വര സാർ ആ മറ്റേ 90 ഡിഗ്രിയുടെ ഒരു ഇത് തന്നിട്ടില്ലേ, അതിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 90 ഡിഗ്രി തന്നിട്ടില്ല, നമുക്കിപ്പോ ബാക്കി 30, 60 ആയിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റില്ല, നിർബന്ധമില്ലല്ലോ. സർ 3 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുമോ? ഏതാ 3 ഈക്വൽ പാർട്സ് ആക്കണം നിർബന്ധമില്ല, കാരണം ട്രൈ സെക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സാർ A45 വരൂലേ? എങ്ങനെ? ഹൗ? അത് റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ അല്ലേ? റൈറ്റ് ആംഗിളിൽ 45 നിർബന്ധം എന്താ? 30-60 ആവാൻ പാടില്ലേ? വേണമെങ്കിൽ 30-60 ആവാലോ. അനീറ്റ സർ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് എ ബിയുടെയും എ ബിയും ബി സിയും കണ്ടുപിടിക്കണം. അത് തന്നെ ആയിരിക്കില്ലേ എ സിയുടെ റേഷ്യോ ആയിട്ട് വരുന്നത് 4:3? അതെങ്ങനെ എ സിയുടെ റേഷ്യോ നമ്മൾ പറയും? കാരണം ബിയിൽ വരുന്ന ആംഗിള് ആ ആംഗിൾ ബൈസെക്ടർ എ സി എന്ന ലൈനിനെ കട്ട് ചെയ്യില്ലേ? ആ ലൈൻ ആംഗിൾ ബൈസെക്ടർ എന്ന് എവിടെയാ പറഞ്ഞേക്കുന്നത്? അത് ജസ്റ്റ് ഒരു ലൈൻ സെഗ്മെന്റ് അല്ലേ? അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആകെയുള്ള എന്താ? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി എന്ന് മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളൂ. അല്ലാതെ അവിടെ എന്തെങ്കിലും ഡേറ്റ ഈ ലൈൻ ആംഗിൾ ബൈസെക്ടർ ആണെന്നോ മറ്റേ ട്രൈസെക്ട് ചെയ്യുന്നുണ്ടെന്നോ എന്തെങ്കിലും ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യനിലെ പ്രശ്നം. നോ അതർ ഐഡിയാസ് അബൌട്ട് ദ ലൈൻ സെഗ്മെന്റ് ഓർ ദ പോയിന്റ് ഇസ് പ്രൊവൈഡഡ്. ആകെ 2 കോർഡിനേറ്റ് വന്നിട്ടുണ്ട്, വേറെ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇല്ലാത്തില്ല. പിന്നെ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് ബി 90 ഡിഗ്രിയാണ്, ഈ പി ടച്ച് ചെയ്യുന്ന പോയിന്റും 90 ഡിഗ്രിയാണ്. ഇത്രയും ഡേറ്റാസ് നമ്മുടെ കയ്യിലുള്ളൂ. സർ മുമ്പ് നമ്മള് ഒരു ലൈനിലെ രണ്ട് കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്തില്ലായിരുന്നോ? അതുപോലെ ഇതിന്റെ ചെയ്യാൻ പറ്റില്ലേ? ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നതിനേക്കാൾ വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ എളുപ്പം നമുക്കൊരു വഴിയുണ്ട്. റൈറ്റ് ആംഗിൾ വരച്ചാൽ കുഴപ്പമൊന്നും അല്ല, റൈറ്റ് ആംഗിൾ വരയ്ക്കാണ്ട് അത് റൈറ്റ് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്തൂടെ? ഏത് റൈറ്റ് ആംഗിൾ ആയിട്ടാ? പി എന്നുള്ള പോയിന്റാ? അവന് റൈറ്റ് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈസെക്ട് ചെയ്യണം നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. 1 ബൈസെക്ട് ചെയ്യണം നിർബന്ധം പറയാൻ പറ്റില്ല. 2 ഇത് 2 നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായൊരു റേഷ്യോ നമുക്ക് അവിടെ കിട്ടണം. എ പി ഈസ് ടു പി സി ഇത്രയാണ് എന്ന റേഷ്യോ കിട്ടണം. ആ റേഷ്യോയുടെ വാല്യൂ കിട്ടിയാൽ പിന്നെ നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യും. ആ വാല്യൂ കിട്ടുക എന്നുള്ള ഇതിനകത്തുള്ള പോയിന്റ്. ആ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇല്ല, ആരുമില്ല. ശരി, എനിത്തിങ് ടു ആഡ്? സാർ നമ്മള് ഇപ്പൊ 0-3 അല്ലേ സൈഡില്? 0-3 പിന്നെ 4-0. അപ്പൊ ഈ ട്രയാങ്കിളുടെ പോയിന്റില് പി, അതിന് നമുക്ക് ലെഫ്റ്റിലോട്ട് വരച്ചിട്ട് നമുക്ക് അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ? നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. എങ്ങനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞേ? ഈ പോയിന്റില്ലേ, അതിന്റെ ഇതില് നേരെ നമ്മൾ ഇവിടെ നേരെ വരയ്ക്കില്ലേ? ഇവിടെ ഈ പോയിന്റിന്റെ നേരെ ലെഫ്റ്റിലോട്ട്. ഇങ്ങനെയാണോ? ഈ പോയിന്റ് ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ ഇങ്ങനെയും വരച്ചു. അപ്പൊ ഈ കാണുന്ന വലിയ എത്രയാന്ന് നമ്മൾ പറയും?
അതല്ല ഈ സൈഡിലെ വരയ്ക്കാൻ താഴത്തോട്ടല്ലാണ്ട്. താഴേക്ക് എല്ലാണെന്ന് ക്ലിയർ ആയില്ല, പിന്നെ എങ്ങോട്ടാ? ആ മേളിലത്തെ ഒരു ലൈൻ ഉണ്ട്, താഴത്തോട്ട് വരയ്ക്കല്ല, മേളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ സൈഡിലേക്ക് മാത്രം, ഇങ്ങോട്ട് മാത്രം വരച്ചു ആണോ? ആ അതിന്റെ ആ പോയിന്റ് കണ്ടുപിടിക്കാൻ പാടില്ലേ? അവനെങ്ങനെ കണ്ടുപിടിക്കും? ആ പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ പോയിന്റ് മിഡ് പോയിന്റോ ട്രൈസെക്ഷനോ എന്തെങ്കിലും ആണെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ തുടക്കം തൊട്ടേ ചോദിക്കുന്ന പ്രശ്നം. ഇപ്പൊ നമ്മളിങ്ങനെ കാണിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് മിഡ് പോയിന്റോ പോയിന്റ് ഓഫ് ട്രൈസെക്ഷനോ ആണെങ്കിൽ നമുക്ക് കൃത്യമായ റേഷ്യോ ആയിട്ട് ബാക്കി കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലെ റേഷ്യോ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. സെൻട്രോയിഡ് ഏത് പോയിന്റ് സെൻട്രോയിഡ് എടുക്കും? സെൻട്രോയിഡ് നമ്മൾ ആര് ചൂസ് ചെയ്യും? പി ബി എന്നുള്ള ലൈനിൽ സെൻട്രോയിഡ് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഈ കാണുന്ന ലൈനില് സംവെയർ ഹിയർ, ഇവിടെ എവിടെയോ ഒരു പോയിന്റ് സെൻട്രോയിഡ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സെൻട്രോയിഡ് ഉണ്ട്, ഡിവൈഡ് റേഷ്യോ 2:1. അത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം നമുക്ക് പി അറിയില്ല, സെൻട്രോയിഡ് നമുക്ക് അറിയില്ല. ശരി 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 ശരി, ഒരു സെക്കൻഡ്. ഫാത്തിമ ഫറൂസ് ഒന്ന് പറഞ്ഞേ. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഈക്വൽ ആണ്. സോ സിമിലർ ട്രയാങ്കിൾ. there comes the correct point. ഇപ്പൊ സംഭവം എത്തി, ഇപ്പോ നമ്മളുടെ കറക്റ്റ് പോയിന്റിലേക്ക് എത്തി. When you look into the two right angle triangles, that is the triangle ABP and CBP, ഈ രണ്ട് ട്രയാങ്കിൾസ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ these two triangles are similar triangles. ഈ രണ്ടുപേരും സിമിലർ ആണ്. അതിന്റെ റീസൺ ഇറ്റ് ഈസ് ബിക്കോസ്, ശ്രദ്ധിച്ച് കേട്ടോളൂ, ഞാൻ കൺസിഡർ ചെയ്യാണ്. നമുക്ക് അതിന് മുമ്പോട്ട് ലെങ്ത് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ നല്ലതാട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ പൈത്തഗോറസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാൻ പറ്റും. നമ്മൾ ആദ്യം അതൊന്നും എഴുതുകയാണ്. ഐ ഹോപ്പ് യു ഓൾറെഡി റിട്ടൺ ഇറ്റ്. ലെങ്ത് ഓഫ് എ ബി, ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നേരെ എഴുതുകയാണ്. എ ബിയും അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ബി സി 4ഉം 3ഉം ആണ്. ഓക്കെ, ഓൾറെഡി കിട്ടിയിട്ടുണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് ശ്രദ്ധിച്ച് കേട്ടോട്ടോ, ഇൻ ട്രയാങ്കിൾ ABP and triangle CBP, ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ആംഗിൾ APB ഈക്വൽ ആംഗിൾ CPB എന്ന് എഴുതാം. APB ഈക്വൽ ടു CPB ആണ്, കാരണം രണ്ടുപേരും 90 ഡിഗ്രി ആണ്. ശരിയല്ലേ? നമുക്ക് തന്നിരിക്കുന്ന കാര്യം. അടുത്ത പോയിന്റ് എന്താ നോക്കി, രണ്ടാമത് നമുക്ക് പറയാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ ആംഗിൾ എക്സ് ആണെന്നിരിക്കട്ടെ, ഈ കാണുന്ന ആംഗിൾ എക്സ് ആണെന്ന് സപ്പോസ് ചെയ്യാം. ഇവൻ എക്സ് ആണെങ്കിൽ ഒന്ന് പറയാം ഭീമ നവാസ്, ഈ ആംഗിൾ എത്രയായിരിക്കും? 19 - x. ഇത് 90 - x ആയിരിക്കും. കാരണം എന്താ? അത് മൊത്തം 90 അപ്പുറം എക്സ് ആവുമ്പോ തീർച്ചയായിട്ടും ആംഗിൾ ബി എന്ന് പറയുമ്പോൾ മൊത്തം 90 ആണ്, ഒരു പോർഷൻ എക്സ് ആണ്, 90 - x. ഇനി ആലോചിച്ച് നോക്കി, നമ്മളുടെ ട്രയാങ്കിൾ ABPയില് ഒരാംഗിൾ 90 ഡിഗ്രി ആണ്, ഒരാംഗിൾ എക്സ് ആണ്, മൂന്നാമത്തെ ആംഗിൾ നമുക്ക് ആംഗിൾസും പ്രോപ്പർട്ടി വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ എന്തോരം തേർഡ് ആംഗിൾ നോക്കി, ഇവനെ നമുക്ക് അറിയില്ല കേട്ടോ, ഇത് നമുക്ക് അറിയില്ല. ഒരാൾ എക്സ്, ഒരാൾ 90. തേർഡ് ആംഗിൾ കിട്ടാൻ 180 - 90 + x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 180 - 90 - x. 180 - 90 90 ആണ്, -x. ഈ ആംഗിൾ നിങ്ങൾക്ക് 90 - x എന്ന് കിട്ടും. അതുപോലെ തന്നെ വലിയ ട്രയാങ്കിളിലേക്ക്, സോറി CBP എന്നുള്ള ട്രയാങ്കിളിലേക്ക് പോയാൽ ഒരാംഗിൾ 90 - x, ഒരാംഗിൾ 90. അപ്പോൾ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ഒരാൾ 90, ഒരാൾ 90 - x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 180 മൈനസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റെപ്പോടെ എഴുതാം കേട്ടോ, 180 - x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 180 - 180 + x. 180 180 ക്യാൻസൽ ആവും, എക്സ് എന്ന് കിട്ടും. അപ്പൊ നോക്കി, ഈ രണ്ട് ട്രയാങ്കിളില് ഓരോ ആംഗിൾ 90 വെച്ചിട്ടാണ്, ഓരോ ആംഗിൾ എക്സ് വെച്ചിട്ടാണ്, ഓരോ ആംഗിൾ 90 - x വെച്ചിട്ടാണ്. ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് വരും. അപ്പൊ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഈക്വൽ ആയി, ആംഗിൾസ് ഈക്വൽ ആയാൽ ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആയി. ട്രയാങ്കിൾസ് സിമിലർ ആയാൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. അവിടെ നിന്ന് നമുക്ക് റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പം താഴെ എഴുതി
പറയാം. താഴെ റൈറ്റ് in triangle ABP and CBP comma angle ABP equal angle CBP equal 90 degree. Angle ABP equal angle CBP, sorry, CPB, APB equal CPB equal 90 degree. Next, ഈ ഫിഗറിൽ നിങ്ങൾ ആംഗിൾസ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. x 90 മൈനസ് എക്സ് ഒക്കെ അതെല്ലാം ഫിഗറിൽ തന്നെ നോട്ട് ചെയ്താൽ മതി. x 90 മൈനസ് എക്സ് പോലെ വാല്യൂസ് എല്ലാം ഫിഗറിൽ തന്നെ നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ താഴെ അടുത്തിട്ട് വീക്കുലർ ആംഗിൾസ് നമുക്ക് എഴുതാം. ആംഗിൾ PAB equal to PBC equal to 90 minus x. മൂന്നാമത്തെ ABP equal BCP equal x. So next sentence, therefore triangle ABP similar to triangle CBP. എഴുതില്ലേ? പറഞ്ഞോ ബാക്കി. അപ്പൊ താഴെ നമുക്ക് എഴുതാം AB is to BC. സോറി, AB by BC എഴുതിയാൽ മതി. AB by BC equal 4/3. AB by BC 4/3 ആണ്. Therefore AP by PC യും AP by PC യും 4/3 തന്നെ. AP divided by PC എന്ന് പറയുന്ന ആളും it is 4/3. രണ്ടുപേരും 4/3 ആയി. ഇനി ചെയ്തോ, പരിപാടി തീർന്നു. നമുക്ക് റേഷ്യോ കിട്ടി. AP is to PC 4:3 ആണ്. റേഷ്യോ കിട്ടി. കൃത്യം നമുക്ക് രണ്ട് എൻഡ് A അറിയാം, C അറിയാം, അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്കുള്ള പണിയാണ്. ഇനി എനിക്ക് റോളില്ല. ഇതാരാ ചോദിച്ചു ഡൗട്ട്? ഡൗട്ടാണോ? ഇതാരാ ഹാൻഡ് റൈസ് എടുക്കുന്നത്? ഫാത്തിമ? AP by PC എനിക്ക് ക്ലിയർ ആയില്ല. അതാ റേഷ്യോ നമ്മൾ എടുത്തിട്ട് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഞാൻ പിന്നെ ആ സ്റ്റെപ്പ് ഒഴിവാക്കിയതേ ഉള്ളൂ. മിസ് വീട്ടിൽ കംപ്ലീറ്റ് ചെയ്തേ.
വേഗം ഫോമിൽ അപ്ലൈ സമയങ്ങളല്ലേ? സ്പീഡാവണേ. രണ്ട് മിനിറ്റ് കേട്ടോ എക്സും വൈയും കണ്ടുപിടിക്കാൻ. മതി, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. Two more minutes to complete. ഇനി ഒരു മിനിറ്റ് ആണ്. Now you have 1 more minute to complete. ഇത് കൂടുതലൊന്നും ആവശ്യമില്ല. ഇത്ര ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. കാരണം അതിൽ ആകേണ്ടത് മെയിൻ ടാസ്ക് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള പണി മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എല്ലാ വാല്യൂസും നമുക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നേരെ സോൾവ് ചെയ്യാം. വേഗം ആവട്ടെ കേട്ടോ, വേഗം ആവട്ടെ. കംപ്ലീറ്റ് ചെയ്ത് എക്സും വൈയും പെട്ടെന്ന്. സമയങ്ങൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറണം. അപ്പൊ എന്താക്കി ഒന്ന് പറയാം. നമ്മൾ സോൾവ് ചെയ്യുമ്പോ യു വി ഒക്കെ എടുത്ത് എഴുതിയല്ലോ അല്ലെ? യു ഈസ് ടു വി ഒക്കെ പറയാമോ? യഹിയ പറയടാ, എങ്ങനെയാ കാര്യങ്ങൾ വരെ കേക്കട്ടെ. യഹിയ അലി പറ. എനിക്ക് റേഷ്യോയും x1y1 x2y2 എനിക്ക് അറിയണ്ട. റേഷ്യോ x1y1 ആൻഡ് x2y2 എങ്ങനെ ചൂസ് ചെയ്യും, എങ്ങനെ എഴുതും? റേഷ്യോ x1y1 x2y2. Ratio 4:3. X1 40, X2 03. Okay, fine.
റേഷ്യോസ് നമ്മൾ ആദ്യം എഴുതുന്നു. u is to v. റേഷ്യോ 4:3 ആണ് എടുക്കുന്നതെങ്കിൽ യു ഷുഡ് ബി വെരി കെയർഫുൾ. x1 y1 will be equal to 40. മാറിപ്പോകരുത് കേട്ടോ. ആൻഡ് x2 y2 will be equal to 03. നിങ്ങളുടെ ചോയ്സ് ആണ്. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ടേക്കിംഗ് ദ റേഷ്യോ ആസ് റിവേഴ്സ്, തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. u is to v നിങ്ങൾക്ക് വേണമെങ്കിൽ 3:4 എന്ന് എഴുതാം. അപ്പൊ എന്ത് ചെയ്യണം? x1 y1 03 എന്നും x2 y2 40 എന്നും മാറ്റിയെടുക്കേണ്ടി വരും. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ റേഷ്യോയുടെ അക്കോർഡിംഗ്ലി ആയിരിക്കണം x1 y1 x2 y2. ഫൈനൽ എന്താ പറഞ്ഞാൽ അതിൽ മുമ്പ് x വാല്യൂം y വാല്യൂം പറഞ്ഞേ 12/7. 12/7. ആരാ? x ആണോ y ആണോ? X. x. y-യോ? Y യും 12/7. രണ്ടും 12/7 ആണോ എവരിവൺ? ഓക്കെ, ഫൈൻ. അപ്പോൾ 4 + 4/7 ഇൻറ്റു x2 - x1 എന്ന് പറയുമ്പോൾ 0 - 4. 4 + 4/7 ഇൻറ്റു -4. 4 - 16/7 ക്രോസ് ചെയ്യുമ്പോൾ 7 × 4 28 - 16 divided by 7 12/7 എന്ന് ഫൈനൽ കിട്ടും. സെക്കൻഡ് കോർഡിനേറ്റ് ഇതുപോലെ y ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് തന്നെ 0+ എന്നുള്ള രീതിയിൽ വരും. y is equal to ഫോമുല നിർബന്ധമായി എഴുതണം കേട്ടോ. ഈ ഫോമുല എഴുതുന്ന പറഞ്ഞാൽ ഞാൻ വെറുതെ എനിക്ക് നേരം പോക്കിന് വേണ്ടി പറഞ്ഞ പരിപാടിയല്ല. ഈവൻ ഇഫ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ എറേഴ്സ് ഒക്കെ വന്നാൽ പോലും എന്ത് ചെയ്യാം, നമുക്കൊരു ഒരു മിനിമം പെർസെൻറ്റേജ് ഓഫ് ദ മാർക്ക് കിട്ടും. ആണ് ഈ ഫോമുല എഴുതി നമ്മൾ കണ്ടിന്യൂസ്ലി പറയുന്നത്. ഓക്കെ, ഈക്വൽ ടു 0 + 4 divided by 4 + 3 into y2 - y1. It is 3 - 0. So that is equal to 0 + 4/7 into 3. 0 plus and mind ചെയ്യേണ്ട 4 into 3 12 ആണ്. 12/7 is the final answer. ലാസ്റ്റ് ഒരു പോയിന്റ് എടുത്ത് എഴുതാട്ടോ. the coordinates of P are 12/7 12/7 എന്ന് എഴുതി അതിനെ കൺക്ലൂഡ് ചെയ്യുക. വേഗം കിട്ടത്തൊരു വേഗം കംപ്ലീറ്റ് ചെയ്തേ. ഡൗട്ട് ചോദിച്ചേ. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലേ? സച്ചിൻ, അനന്തു എന്തെങ്കിലും പറയാനുണ്ടോ? സച്ചിൻ, അനന്തു ഹാൻഡ് റൈസ് കണ്ടു അതിനിടയ്ക്ക്. ആ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ക്ലാസ് ചെയ്യുമ്പോൾ ലീവ് ചെയ്യരുത്, അത് ഫില്ല് ചെയ്തിട്ട് വേണം ലീവ് ചെയ്യാൻ. ഓക്കെ, ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടാണ് ലീവ് ചെയ്യാവുള്ളൂ. ഓക്കെ, വേറൊന്നുമില്ലല്ലോ. ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ലീവ് ചെയ്യാനുള്ള സമയം ആയിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് അഡ്വാൻസ് ആയിട്ട് സച്ചിൻ ഒന്ന് കയറിയെന്നുള്ളൂ. ലീവ് ടൈം ആയിട്ടില്ല, നമുക്ക് ഇനിയും സമയമുണ്ട്. 10 മിനിറ്റ് നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഫൈൻ സച്ചിൻ. ഓക്കെ, ലിസൺ. അപ്പോ there we conclude the discussion regarding ratio. അപ്പൊ യഥാർത്ഥത്തില് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ റേഷ്യോ എന്നുള്ളത് ശരിക്കും നമുക്ക് വലിയ ഹെഡേക്ക് ഒന്നുമല്ല. മിഡ് പോയിന്റ് പോലെ തന്നെ റേഷ്യോയും കമ്പാരിറ്റീവ്ലി നമുക്കൊരു
എളുപ്പമുള്ള കൺസെപ്റ്റ്. വേറൊന്നും കൊണ്ടല്ല, ഈ റേഷ്യോയുടെ കേസിൽ ആസ് യു നോ നമുക്ക് റേഷ്യോ വെച്ചിട്ട് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെ ഡേറ്റാസാണ് നമുക്ക് അറിയണ്ടേ ടു ഫൈൻഡ് ആൻസർ, ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്? എന്തൊക്കെ കിട്ടണം, എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവണം? ജിലാനി ഒന്ന് പറഞ്ഞ എന്തൊക്കെ തന്നിട്ടുണ്ടാവണം? ഒരു പോയിന്റിന്റെ കോഓർഡിനേറ്റ് റേഷ്യോയുടെ കാറ്റഗറിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ നമുക്ക് അറിയണം? കേൾക്കുന്നില്ല, മ്യൂട്ടടാ. ബാക്കിയുള്ളതിന്റെ കോർഡിനേറ്റ്സ് വേണം. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ എൻഡ് പോയിന്റുകൾ അറിയണം. ശരി, പിന്നെ പിന്നെ x1 മാത്രം അറിഞ്ഞാൽ മതിയോ? റേഷ്യോ റേഷ്യോ അറിയണം. അപ്പൊ ഈ കാണുന്ന 3 ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കോഓർഡിനേറ്റ്സ് കണ്ടെത്താൻ പറ്റൂ. അപ്പൊ 2 പോയിന്റ്സ് നമുക്ക് വേണം, റേഷ്യോയും വേണം. If these 3 data are provided, we can easily find out the coordinates of a point. And നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് പോയിന്റ് ഓഫ് വ്യൂല്, നമ്മളുടെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ പറഞ്ഞ 3 ആൾക്കാരുണ്ടാവും. ഓക്കെ, വളരെ റെയർ ആയിട്ട് ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ എന്താണ് റേഷ്യോ തരാതെ ട്രൈസെക്ഷനോ സെൻട്രോയിഡെന്നോ ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പോലെയൊക്കെ വരാം. എന്നാൽ പോലും എൻഡ് പോയിന്റ് കൃത്യം ഉണ്ടാവും, റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ് നമുക്ക് അതിൽ തന്നിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ആകെ ലൈൻ സെഗ്മെന്റ് ഇൻ ബിറ്റ്വീൻ പോയിന്റ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. പക്ഷേ CBSEക്ക് ഉണ്ടല്ലോ ഇതേ ടോപ്പിക് ഉണ്ട്. 10th CBSEക്ക് കോർഡിനേറ്റ്സ് പറഞ്ഞ ചാപ്റ്ററിൽ ഇതുപോലെ തന്നെ ടോപ്പിക് പഠിക്കാനുണ്ട്. അവരുടെ ടോപ്പിക്കിൽ അതിന്റെ പേര് സെക്ഷൻ ഫോമുല എന്ന്. നമ്മൾ റേഷ്യോ എന്ന് വിളിക്കും, അവർ സെക്ഷൻ ഫോമുല എന്ന സംഗതിയെ വിളിക്കും. അവർക്ക് ഇതിൽ വരുന്ന 4 ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. നമുക്ക് ഒറ്റ ടൈപ്പ് ഉള്ളൂ. എങ്ങനെയാ? 2 എൻഡ് പോയിന്റ് ഉണ്ട്, റേഷ്യോ ഉണ്ട്, ലൈനിലെ പോയിന്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. അവർക്ക് വന്ന ക്വസ്റ്റ്യൻ ഒന്ന് നമുക്കുള്ള ഇതേ ടൈപ്പ് ഏതാ? ഈ 3 ആൾക്കാരെ തരും, കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ചില സമയത്തുണ്ടല്ലോ ഒരു പോയിന്റ് തരും, റേഷ്യോ തരും, ഈ പോയിന്റ് കോർഡിനേറ്റും തരും, രണ്ടാമത്തെ എൻഡ് പോയിന്റ് നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി ഈ പോയിന്റ് തരും, ഈ പോയിന്റ് തരും, കോർഡിനേറ്റും തരും, റേഷ്യോ കണ്ടെത്തണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും 10th CBSEയിലുണ്ട്. നമ്മൾ പഠിക്കുന്ന സെയിം ടോപ്പിക്കായിട്ട് ഒരു മാറ്റവും ഇല്ല. റേഷ്യോ എന്നുള്ള അതേ ടോപ്പിക്ക് തന്നെ, ബട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് വരാറുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നുമില്ല, നമ്മൾ അതിലൊക്കെ സേഫ് ആണ്. നമുക്ക് ഒരൊറ്റ ടൈപ്പ് മാത്രം, ഈ കാണുന്ന സിംഗിൾ കാറ്റഗറി. The 2 end points will be provided. An idea regarding the ratio will also be provided. We have to find the coordinate of the point. Clear? Okay, and then we move on to the second last topic that we have to study. Give the heading slope of a line. Slope of a line. SLOPE, slope of a line. എഴുതിയോ? സ്ലോപ്പ് ഓഫ് എ ലൈൻ. എന്താ സ്ലോപ്പ് എന്നുള്ള വേർഡിന്റെ മീനിങ്? മാറ്റ് നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? തഫ്സിയ, സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നതായിരിക്കും സംഭവം. ചെരിവ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചെരിവ് എന്നാ പറയാ സ്ലോപ്പിന്, അല്ലെ? നല്ല സ്ലോപ്പാണ്, നല്ല ചെരിവാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില എന്താ പറയാ, ചില റോഡൊക്കെ നമ്മൾ അല്ലെങ്കിൽ ചില നമ്മളിപ്പോ എന്താ പറയാ സ്ലോപ്പ് കൂടുതലായിട്ടോ ശ്രദ്ധിച്ചിറങ്ങണം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ സ്ലോപ്പ് കൂടുതലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സ്ലോപ്പിന്റെ മീനിങ് ചെരിവ് നമ്മൾ മലയാളത്തിൽ പറയും. നമുക്കത് മാത്തമാറ്റിക്കലി എന്താ സംഭവം ജസ്റ്റ് നോക്കാം. സ്ലോപ്പ് ഓഫ് എ ലൈൻ ശ്രദ്ധിച്ചു കേട്ടോ. ഞാനിവിടെ 2 ലൈൻസ് വരയ്ക്കുകയാണേ, ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ ഒരു ഐഡിയ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഇങ്ങനെ ആക്സിസ്, ഓക്കെ, നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ ഇവിടെ ഉണ്ട്. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ശ്രദ്ധിച്ച് ആലോചിച്ചോട്ടോ പറയാവുള്ളൂ, ചാടിക്കയറി പറഞ്ഞ അബദ്ധം വരുത്തണ്ട. എനിക്കിത് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഓക്കെ. ഈ ലൈനിന്റെ പേര് AB എന്നാണ്. ഇനി ഓൾസോ ഐ ഹാവ് അനദർ ലൈൻ ലൈക്ക് ദിസ്, ഓക്കെ. ഈ ലൈനിന്റെ പേര് CD എന്നാണ്. കുഴപ്പമില്ലല്ലോ. ഒരു AB ഞാൻ ഫിഗറിൽ വരച്ചിട്ടുണ്ട്, ഒരു CD ഞാൻ ഫിഗറിൽ വരച്ചിട്ടുണ്ട്. കൃത്യമല്ലേ? കാണാലോ വ്യക്തമായിട്ട്? എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതില് AB എന്ന ലൈനാണോ CD എന്ന ലൈനാണോ
നിങ്ങൾക്ക് കണ്ടിട്ട് സ്ലോപ്പ് കൂടുതൽ എന്ന് ഫീൽ ചെയ്യുന്നത്? ഇത്രയുള്ള എൻ്റെ ക്വസ്റ്റ്യൻ. എ ബിക്കാണോ സി ഡിക്കാണോ സ്ലോപ്പ് കൂടുതൽ എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? മാത്തമാറ്റിക്സ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിലേക്ക് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. While looking into this figure, which line did you feel has more slope? ആർക്ക് സ്ലോപ്പ് കൂടുതലുണ്ടെന്നാണ് നിങ്ങൾ കണ്ടിട്ട്? കുറെ പേര് ഇങ്ങനെയൊക്കെ നോക്കണ്ട, എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ നോക്കണ്ട എന്താ സംഭവം? ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? ഇങ്ങനെ ശരി ഇങ്ങനെയൊക്കെ നോക്കണ്ട. ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? When you look into the figure. അൽസാബിദ് ആർക്കാ ഫീൽ ചെയ്യുന്ന കേക്കട്ടെ? കണ്ടിട്ട് സി ഡിക്കാണ്. കണ്ടിട്ട് സി ഡിക്കാണ് സ്ലോപ്പ് കൂടുതൽ. സി ഡി. ശരി, നമുക്ക് നോക്കാം. സി ഡി എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഹാരിസിനോ? സി ഡിക്കാണ് സ്ലോപ്പ് കൂടുതൽ. ഏഹിയ? സി ഡിക്കാണ് സ്ലോപ്പ് കൂടുതൽ. അമീൻ എം ജെ? എ ബിക്കാണ് സ്ലോപ്പ്. ബിമ നവാസ്? സി ഡിക്കാണ് സ്ലോപ്പ് കൂടുതൽ. ഫാത്തിമ ടിയൻ? എ ബിക്കാണ്. ഫാത്തിമ ബിവി? സി ഡി. ശരി, ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞ മാത്തമാറ്റിക്സ് ഒന്നും ഞാൻ ഇപ്പോൾ തൽക്കാലം ഡീൽ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളെ ഒരു എന്താ പറയാ, ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നിങ്ങൾ സ്റ്റെയർ കേസ് കയറുക. ഓക്കെ, സ്റ്റെയർ കേസ് നിങ്ങൾ കയറുകയാണ്. അപ്പോൾ സ്റ്റെയർ കേസ് കയറുമ്പോൾ ഇതാണ് നമുക്ക് തന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോർ. ചുമ്മാ ഒരു എക്സാമ്പിൾ ആണേ, വെറും എക്സാമ്പിൾ മാത്രമാട്ടോ. ഇത് നിങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ കയറണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ട്രാക്ക് നിങ്ങൾക്ക് കയറാനുണ്ട്. ഓക്കെ, ഈ കാണുന്ന ട്രാക്കിന് ഞാൻ എ ബി എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഈ പോയിന്റ് നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു ട്രാക്ക് ഉണ്ട്. ഓക്കെ, അതിന് ഞാൻ സി ബി എന്ന് കൊടുക്കുകയാണ്. എ ബി എന്ന ട്രാക്കിനാണോ സി ബി എന്ന ട്രാക്കിനാണോ ചെരിവ് കൂടുതൽ? നല്ലപോലെ ചെരിഞ്ഞ് നിൽക്കുന്ന ആരാ? നല്ലപോലെ ചെരിവ്, മലയാളത്തിൽ നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ് എന്നല്ല നമ്മൾ പറയാ. നല്ല ചെരിവുള്ള ആർക്ക്? അത് എ ബിക്കാണോ സി ബിക്കാണോ? ആർക്കാ ഹാരിസ കണ്ടിട്ട്? എ ബിക്കാണോ സി ബിക്കാണോ നല്ല ചെരിവുള്ള? കൺഫ്യൂഷനായി. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ മതി. ഞാൻ പഠിപ്പിച്ച ടോപ്പിക് ഒന്നും അല്ലല്ലോ. എംബോസിഷൻ എഴുതിക്കാനും വീട്ടിലേക്ക് വിളിക്കാനും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ മതി. നോ പ്രോബ്ലം. സാർ എ ബി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഏഹിയ? എ ബി ആണെന്ന് തന്നെ ഫീൽ ചെയ്യുന്നത്. ശരി, അച്ചു? എ ബി. ശരി, കേട്ടോ. ഇപ്പൊ ഇതിനകത്തെ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തൊട്ട് മുന്നേ നമ്മൾ കാണിച്ച ഫിഗറിൽ തന്നെ രണ്ട് ലൈൻ കണ്ടപ്പോൾ ചില ആളുകൾക്ക് എ ബിക്കാണ് സ്ലോപ്പ് കൂടുതൽ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, ചിലർക്ക് സി ഡിക്കാണ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? ഇനി നമ്മൾ മലയാളത്തിൽ ചില ആൾക്കാർ ചെരിഞ്ഞാ നിൽക്കുന്നത്, ചിലർ കുത്തനെയാ നിൽക്കുന്നത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഓക്കെ, ശരിക്കും സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ആയ കൺസെപ്റ്റാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരെ വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് ചെക്ക് ചെയ്യുന്നു, ആരാണ് ഇതിന്റെ ബേസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകൾ റിലേറ്റീവ് ആണ്. ചെറിയൊരു എക്സാമ്പിൾ, ഒറ്റ എക്സാമ്പിൾ മാത്രമേ ഒന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ചെയ്യാൻ മൈൻഡ് ചെയ്യാം. ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് പിന്നെ നടത്താം. അപ്പൊ നിങ്ങൾ ഒരു ബൈക്ക് ഒരു ബസ്സിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ തൊട്ടിപ്പുറത്തെ സീറ്റിൽ ഒരു ആളിരിപ്പുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് തൊട്ടിപ്പുറത്തെ സീറ്റിൽ ആളിരിപ്പുണ്ട്. ബസ് ട്രാവൽ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ബസ്സിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ റോഡിലൊരു മരമോ ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മരത്തിനോ ബിൽഡിങ്ങിനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ മൂവ് ചെയ്യായിരിക്കും, ശരിയല്ലേ? എന്നാൽ നമ്മളുടെ തൊട്ടിപ്പുറം ഇരിക്കും നമ്മുടെ ഫ്രണ്ടിനെ വെച്ചിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ? ആർ വി മൂവിങ്? എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങളുടെ ബസ്സിൽ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ബസ്സിൽ നിങ്ങളുടെ സീറ്റിന്റെ തൊട്ടിപ്പുറം നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. തൊട്ടിപ്പുറം ഇരിക്കുന്ന ഫ്രണ്ടിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു, പുറത്ത് വെക്കുന്ന മരത്തിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. വെൻ യു കമ്പയർ വിത്ത് എ ട്രീ ഔട്ട്സൈഡ്, നിങ്ങൾ നല്ല സ്പീഡിൽ മൂവ് ചെയ്യാണ്. കാരണം ട്രീ അവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ദൂരത്തേക്ക് കടന്നു പോവാ, അല്ലേ? പക്ഷെ നിങ്ങൾ തൊട്ടിപ്പിടിക്കുന്ന ഫ്രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴോ യു ആർ നോട്ട് മൂവിങ്, ശരിയല്ലേ? അപ്പോ ഈവൻ ദോ നമ്മൾ ഇപ്പോ ഞാൻ എന്ന ഇൻഡിവിജ്വൽ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻ പറയുമ്പോൾ പോലും ആരെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും? കമ്പാരിസൺ മാറും.
എന്ന് പറയുന്നത് തന്നെ സ്ലോപ്പിന്റെ കാര്യം. ഈ ചെരിവ് എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ എപ്പോഴും ചെരിവ് പറയുന്നത് എന്തിനെ വെച്ചിട്ടാ? ഗ്രൗണ്ടിനെ വെച്ചിട്ടാ, അല്ലെ? ഗ്രൗണ്ടിനെ വെച്ചിട്ട് നമ്മൾ ചെരിവ് പറയാം. ഗ്രൗണ്ടിൽ നിന്ന് നിലത്ത് നിന്ന് ഇത്ര ചെരിഞ്ഞ് നിൽക്കുന്നു, നിലത്ത് നിന്ന് ഇത്ര കുത്തനെ നിൽക്കുന്നു. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കോഓർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോ ആരായിട്ട് മാറും സാറ? ഗ്രൗണ്ട് എന്ന് പറയുന്ന ആള് ഗ്രൗണ്ട് കോർഡിനേറ്റിൽ ആരായിട്ടാ വരിക? എക്സ് ആക്സിസ് ആയിട്ട് മാറും, അല്ലെ? എക്സ് ആക്സിസ് ഗ്രൗണ്ട് പോലെ നിൽക്കുക, വൈ ആക്സിസ് നമ്മുടെ ഭിത്തി പോലെ നിൽക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഈ സ്ലോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് എന്തിനെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? എക്സ് ആക്സിസിനെ വെച്ചിട്ടാണോ വൈ ആക്സിസിനെ വെച്ചിട്ടാണോ? അതനുസരിച്ച് സ്ലോപ്പ് കൂടിയതാർക്കാം സ്ലോപ്പ് കുറഞ്ഞതാർക്കാം എന്നൊക്കെ ഉള്ളത് മാറും. റെഡിയോ? സ്ലോപ്പിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇതൊന്നും നിങ്ങളോട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് ആ ഒരൊറ്റ ഫോമിലേ ഉള്ളൂ. സ്ലോപ്പ് ഈക്വൽ ടു y2 - y1 x2 - x1. ഇത്രയും സാധനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാനുള്ള സംഭവമായി. എന്റെ കൺസെപ്റ്റ് പറയാൻ വേണ്ടി എനിക്ക് 1-2 എക്സാമ്പിൾസ് പറഞ്ഞു കേട്ടോ. നോ പ്രോബ്ലം, വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ ഫില്ല് ചെയ്തിട്ട് പോവാട്ടോ. നേരത്തെ സച്ചിൻ സാർ പറഞ്ഞ പോലെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ലീവ് ചെയ്യാം.